പ്രമേഹ രോഗികളിൽ തന്നെ ഇൻസുലിൻ, സൾഫണൈലൂരിയാസ്, മെഗ്ലിഫ്നൈറ്റ്സ് തുടങ്ങിയ ഗ്രൂപ്പിലുള്ള ഡ്രഗുകൾ കഴിക്കുന്നവരിലാണ് പ്രധാനമായും ഇത് കണ്ടുവരുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ സൂര്യ VS, ലൈഫ് ലൈൻ ക്ലിനിക് കോന്നിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആണ്. ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് 70-ൽ താഴെ എത്തുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രമേഹ രോഗികളിൽ തന്നെ ഇൻസുലിൻ, സൾഫണൈലൂരിയാസ്, മെഗ്ലിഫ്നൈറ്റ്സ് തുടങ്ങിയ ഗ്രൂപ്പിലുള്ള ഡ്രഗുകൾ കഴിക്കുന്നവരിലാണ് പ്രധാനമായും ഇത് കണ്ടുവരുന്നത്. ഇവരിൽ തന്നെ ഇത് കാണപ്പെടാനുള്ള കാരണം ഇൻസുലിന്റെയും മേൽപ്പറഞ്ഞ മരുന്നുകളുടെയും അളവ് കൃത്യമായി അല്ലാത്തത് കൊണ്ടും കൃത്യമായ ഒരു ഭക്ഷണക്രമം നിലനിർത്താത്തത് കൊണ്ടും മദ്യപാന ശീലമുള്ളവരിലും പനി, വയറിളക്കം, ഛർദി തുടങ്ങിയ അസുഖങ്ങൾ വരുന്ന സമയത്തുമാണ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നത്. ഹൈപ്പോഗ്ലൈസീമിയയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് 1, അതായത് ഗ്ലൂക്കോസിന്റെ അളവ് 54-നും 70-നും ഇടയിലായിരിക്കുന്ന സമയത്ത് രോഗിക്ക് തളർച്ച, അമിതമായ വിയർപ്പ്, വിറയൽ, കൈകാലുകൾക്ക് പെരുപ്പ്, നെഞ്ചിടിപ്പ് തുടങ്ങിയവയാണ്. സ്റ്റേജ് 2, അതായത് ഗ്ലൂക്കോസിന്റെ അളവ് 54-ൽ താഴെയാകുന്ന സമയത്ത് രോഗിക്ക് ബോധക്ഷയം, കൺഫ്യൂഷൻ, ജന്നി അഥവാ ഫിറ്റ്സ് വരാനും രോഗി കോമയിലാകാനുമുള്ള സാധ്യതയുണ്ട്. ചികിത്സ എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് 1-ൽ രോഗിക്ക് തന്നെ മധുരമുള്ള എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. എന്നാൽ സ്റ്റേജ് 2-ൽ രോഗിക്ക് അത്ര ബോധമുണ്ടാകില്ല. എത്രയും പെട്ടെന്ന് തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ എത്തി ചികിത്സ തേടേണ്ടതാണ്. ഹൈപ്പോഗ്ലൈസീമിയ തടയാനുള്ള മുൻകരുതലുകൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ഇടവേളകളിൽ ഷുഗർ ടെസ്റ്റ് ചെയ്ത് ഒരു ഫിസിഷ്യന്റെ സഹായത്തോടു കൂടി ഇൻസുലിന്റെയും മറ്റു മരുന്നുകളുടെയും ഡോസ് കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യുകയും ഒരു ക്രമമായ ഭക്ഷണ രീതി നിലനിർത്തുകയും മദ്യപാനം ഒഴിവാക്കുകയും മറ്റ് അസുഖങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായ സമയത്ത് ചികിത്സ തേടുകയും ചെയ്യേണ്ടതാണ്.